ഹായ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ശ്രദ്ധേൻ്റെ വീട്ടിലാണ് കേട്ടോ. ലീവിന് വന്നപ്പോൾ ഞാൻ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങ് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ശ്രദ്ധയുടെ വീട്ടിലെ ചെറിയ പച്ചക്കറി തോട്ടമുണ്ട് കേട്ടോ, അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഇവിടെ തന്നെയുള്ള ടൊമാറ്റോ ആൻഡ് പിന്നെ ടൊമാറ്റോയും പിന്നെ മുളക്, വെണ്ടക്ക, ഇതൊക്കെ അവർക്ക് വേണ്ടുന്നൊക്കെ ഇവിടെ തന്നെ അവരുണ്ടാക്കും. അപ്പോൾ അത് ചെറുതാണ്. ഇതെന്റെ സ്കൂട്ടി, ശ്രദ്ധയുടെ സ്കൂട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ, ചെറിയൊരു തോട്ടമാണ് ഇവരുടെ. ഇത് ഞാൻ ആദ്യം ഇത് കാണിക്കാം. എന്താണെന്നറിയോ, ഇതാണ് നമ്മളെ കുക്കുംബർ. ഈ കുക്കുംബറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഇതിലൊന്നും കായ്ച്ചിട്ടില്ല ഇതുവരെ. പിന്നെ മുളക്, വെണ്ടക്ക ഉണ്ട്. ഇത് തക്കാളിയാണിത്. അപ്പോൾ ഇതൊക്കെ ആയി വരുന്നേ. തക്കാളി മനസ്സിലായോ? ഇത് തക്കാളിയുടെ ഇല കണ്ടോ മനസ്സിലായി. തക്കാളി ഉണ്ട്. പിന്നെ ഉള്ളത് അതായത് ഇങ്ങോട്ട് വരും. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മറ്റേ വെണ്ടക്ക അല്ലേ? ഇത് വെണ്ടക്കയാന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല ഇല കണ്ടിട്ട്. പിന്നെ മുളക് ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ഇത് മുളകാണ്. അപ്പോൾ ഇത് ഇവിടെ തന്നെ, ഇതിപ്പോൾ രണ്ടാമത് ഫ്രഷ് ആയിട്ട് അവർ ഗ്രോ ചെയ്താണ്. യൂഷ്വലി അവരിവിടെ ഇത് മുളക് തന്നെയാണ്, മുളക് തന്നെ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഒരുപാട് ചെടികളും ഒരുപാട് എന്താ പറയുക, നല്ല തണലൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ശ്രദ്ധേൻ്റെ വീട്. അപ്പോൾ ഇതാ നല്ലൊരു ബാമ്പു ഉണ്ട്. ഇത് ഇവർ കട്ട് ചെയ്തായി ഈ ബാമ്പു ഭയങ്കരമായിട്ട് വലുതായി ഒരുപാട് ഏരിയയിൽ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവർ കട്ട് ചെയ്തതാണ് ഇത്. അപ്പോൾ ഇനിയില്ല, ഇത് കണ്ട ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ കുക്കുംബർ, അതാണ് കേട്ടോ. ഇത് കുക്കുംബറായി വരുന്നുള്ളതാണിത്. ശ്രദ്ധ ഇങ്ങോട്ട് എടുക്കുക. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഇതേണ്ട കാന്താരി മുളക്. മുളകല്ല ഇത് ചെറിയ കാന്താരി മുളകാണ്. ഇത് ഒത്തിരി ഉണ്ടാവും. മോരിലിട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വായിൽ വെള്ളം വന്നു. അപ്പോൾ ഇത് നല്ല കണ്ടോ. അപ്പോൾ ഇത് ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഉണ്ട്. വേറെ ഇതിൻ്റെ ഒരു ചെറിയ സൈസ് കൂടി ഉണ്ട് കേട്ടോ. അത് മുളകാണ് തോന്നുന്നു. ഇത് വേറൊരു മുളകാണ്, കരിവേപ്പില. ഇത് ഇവിടുത്തെ കരിവേപ്പിലയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. അവിടെ ഒരു പ്ലാവ് ഉണ്ട് ചെറുതായിട്ട്. ഇങ്ങോട്ട് കാണിച്ചോ ശ്രദ്ധ. അത് പ്ലാവ് പ്ലാവുണ്ട്. ചെറുതാണ് കേട്ടോ, വളർന്നു വരുന്നുള്ളൂ, ചെറുതാന്നല്ല. പക്ഷെ എന്നാലും ഇതാ ഇവിടെ കരിവേപ്പില ഉണ്ടോ? ഇതുണ്ടോ? ഇത് കരിവേപ്പില ഇവിടെ തന്നെയാ. മഴ പെയ്തായിരുന്നു നല്ല ഉണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെ ഇവിടെ. പിന്നെ ഇതാ അവിടെ ഒരു ചെറിയൊരു മാവുണ്ട് കേട്ടോ. ചെറിയ ഡോർഫാന്ന്, പക്ഷെങ്കിൽ വേഗം ഉണ്ടാവും തോന്നുന്നു. അവിടെ ഒക്കെ ഉണ്ടാവും. ഇത് മാവ് ഈ കറിവേപ്പിലിൻ്റെ പുറകില്. പിന്നെ അവിടെയും ഉണ്ട് ഒരു ചെറിയ മാവ് ഉണ്ടോ? അവിടെ ഉണ്ട് ഒരു ചെറിയ മാവ്. ഇതൊക്കെ ഡോർഫാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചെറിയ സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ സപ്പോർട്ട ഉണ്ടാവും സൈഡിൽ. അപ്പോൾ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടവും പിന്നെ കുറച്ച് ഗാർഡനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കോസി ഗാർഡനാണ് കേട്ടോ ഇവരുടെ. ഇത് ഡ്വാർഫാണ്. ഇത് കണ്ടാ, ഇതൊക്കെ ഇപ്പോഴേ പൂക്കുന്നുണ്ട്, മാവ് പൂക്കുന്നുണ്ട്. കണ്ടാ, ചെറിയ ഡ്വാർഫ് മാവ് കണ്ട, ഇതൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ? ഇത് മരമുല്ലയാണ് അല്ലേ? ഇത് ചെറിയൊരു പപ്പായയാണ് ഇവിടെ ഉള്ളത്. പപ്പായ ഉണ്ട്. സീസൺ ആണല്ലോ. സപ്പോർട്ട് എന്നാലും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, കൊറേ ഉണ്ടാവലുണ്ട്. സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് ശ്രദ്ധയുടെ വീട്ടില്. ഒരുപാട് ചെടികളുണ്ട്. പക്ഷേ കോഫി മതി എനിക്ക്. അപ്പോൾ ഒരുപാട് ചെടിയുണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ. നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.